ഓക്കെ, ഇന്നിപ്പോൾ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്ക് ഇമ്പരാറ്റീവ് ആണ്. അപ്പോൾ ഇതെന്താണ് ഇമ്പരാറ്റീവ് എന്താണെന്ന് നമ്മളിതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, നമ്മൾ ഇതുവരെ പഠിച്ച നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ് അങ്ങനത്തെ ഒരു ഗ്രാമർ അല്ല. ഇതൊരു യൂസേജ് ആണ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് തരത്തിലാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇമ്പരാറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഒരു അഡ്വൈസോ ഒരു ഇൻസ്ട്രക്ഷനോ ഒരു കമാൻഡോ റിക്വസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുന്ന സമയത്തായിരിക്കും നമ്മളൊരു ഇമ്പരാറ്റീവ് ഉപയോഗിക്കുക. നമുക്ക് അതിൻ്റെ യൂസേജ് അൺവെൻഡിങ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഒരു സെൻറ്റൻസ് നിങ്ങൾ എക്സാമ്പിളായിട്ട് നോക്കിക്കേ. ഹാബൻസി ബിറ്റെ ഗെഡുൾഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഹാബൻസി ബിറ്റെ പ്ലീസ് ഹാവ് സം പേഷ്യൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ഹാബൻസി ബിറ്റെ ഗെഡുൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇതൊരു എന്താ പറയുന്നത്, ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ് അല്ലേ. ഹാബൻസി ബിറ്റെ പ്ലീസ് എന്നുള്ള പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ്. ഹാബൻസി ബിറ്റെ ഗെഡുൾഡ് ഇതൊരു ഇമ്പരാറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതും അടുത്തത് ഒരു ഇമ്പരാറ്റീവ് ആണ്. സയൻസി ബിറ്റെ ലൈസേ എന്ന് പറഞ്ഞാൽ കുറച്ച് ശബ്ദം ഉണ്ടാക്കാതിരിക്കുക, ലൈസേ പ്ലീസ് ബി ക്വയറ്റ് എന്നുള്ള അർത്ഥത്തിൽ സയൻസി ബിറ്റെ ലൈസേ. അപ്പോൾ ഇതും ഒരു റിക്വസ്റ്റ് ആണ്. ബിറ്റെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ, ഒരു എന്താ പറയുക, നിങ്ങളത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ള രീതിയിൽ ഒരു കമാൻഡായിട്ട് പറയുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ഇമ്പരാറ്റീവ് സെൻറ്റൻസസ് ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കാം. ബെഫേൽ ഓർഡർ ഔഫ് ഓർഡർ എന്നാണ് പറയുക കേട്ടോ. കമാൻഡ് ഓർഡർ ഫാർ ഡോഹ് യെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് നൗ, ഇപ്പം തന്നെ ഡ്രൈവ് ചെയ്യൂ എന്നുള്ള അർത്ഥത്തിൽ, ഇപ്പോൾ വണ്ടി എടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കമാൻഡായിട്ട് പറയുന്ന സെൻറ്റൻസസ്, അത്തരം സെൻറ്റൻസുകളും ഇമ്പരാറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. ഫാർ ഡോഹ് യെറ്റ്സ്. ഗേ സൊഫോട്ട് നോ ഹൗസേ ഗോ ഹോം ഇമ്മീഡിയറ്റ്ലി, ഇപ്പം തന്നെ വീട്ടിൽ പോകണം എന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കമാൻഡായിട്ട് പറയാണ്. അത്തരം സെൻറ്റൻസുകളാണ് എന്താണ് ഇമ്പരാറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് അല്ലേ. ആദ്യത്തെ എന്താണ്, ബിറ്റെ, നമ്മൾ പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ആയിട്ട് പറയുന്ന സംഭവം. ഹാബൻസി ബിറ്റെ ഗെഡുൾഡ് പ്ലീസ് ഹാവ് സം പേഷ്യൻസ്, അത് ഇമ്പരാറ്റീവ് സെൻറ്റൻസസ് ആണ്. അല്ലെങ്കിൽ ഒരു ഓർഡറായിട്ട് ഒരു കമാൻഡായിട്ട് പറയുന്നത്, ഗേ സൊഫോട്ട് നോ ഹൗസേ ഇപ്പം തന്നെ വീട്ടിൽ പോകണം, ഗോ ഹോം ഇമ്മീഡിയറ്റ്ലി, അതും ഒരു ഇമ്പരാറ്റീവ് ആണ്. ഇനി എന്താണ്, റാറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വൈസും ഒരു ഇമ്പരാറ്റീവ് ആണ്. എക്സാമ്പിൾ നോക്കാം. ബിറ്റെ ട്രിങ്കൻ സി മേർ വാസർ പ്ലീസ് ഡ്രിങ്ക് മോർ വാട്ടർ. മേർ വാസർ എന്ന് പറഞ്ഞാൽ മോർ വാട്ടർ. ഓക്കെ, ബിറ്റെ ട്രിങ്കൻ സി പ്ലീസ് ഡ്രിങ്ക് മോർ വാട്ടർ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അഡ്വൈസ് ആണ് അല്ലേ. കൂടുതൽ വെള്ളം കുടിക്കണം എന്നുള്ളത് ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു എന്താണ് ഇമ്പരാറ്റീവ് സെൻറ്റൻസ് ആണ്. മാ റീഗൽ മ്യൂസിക് ദി ഹൗസ് ഓഫ് ഗാബെ. ഹൗസ് ഓഫ് ഗാബെ എന്ന് പറഞ്ഞാൽ എന്താ, ഹോംവർക്ക് ആണ് അല്ലേ. ഹൗസ് ഓഫ് ഗാബെ ഹോംവർക്ക്. മാ റീഗൽ മ്യൂസിക് ദി ഹൗസ് ഓഫ് ഗാബെ. നമ്മൾ റീഗൽ മ്യൂസിക് വെർബനും ഉൺറീഗൽ മ്യൂസിക് വെർബനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റീഗൽ മ്യൂസിക് വെർബൻ എന്താ, റെഗുലർ വെർബ് അല്ലേ. ഉൺറീഗൽ മ്യൂസിക് എന്താ ഇറഗുലർ വെർബ്. അപ്പോൾ മാ റീഗൽ മ്യൂസിക് ദി ഹൗസ് ഓഫ് ഗാബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു ദ ഹോംവർക്ക് റെഗുലർലി, കൃത്യമായിട്ട് ചെയ്യണം. ഇതും ഒരു അഡ്വൈസ് ആണ്, അതും എന്താണ് ഒരു ഇമ്പരാറ്റീവ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് നോക്കാം. ആദ്യത്തെ കാര്യം, നമ്മൾ ദു ഉപയോഗിച്ചിട്ടാണ് ഒരാളോട് ഒരു കാര്യം പറയുന്നത് എങ്കിൽ നമ്മൾ നീ എന്നുള്ളതിൻ്റെ അതാണല്ലേ പേഴ്സണൽ പ്രൊണോമൻ ആണല്ലേ. ദു എന്നുള്ളത് സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സണോട് പറയുകയാണെങ്കിൽ ദു ആണ് നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മൾ ഇമ്പരാറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദു ഗിബ്സ്റ്റ് എന്നാണ് നമ്മൾ പറയുക അല്ലേ. ഗേബൻ എന്ന വെർബ് ദു ആയിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ദു ഗിബ്സ്റ്റ് എന്നാണ് ഉണ്ടാവുക. ഈ വാക്കുകൾ ഇമ്പരാറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൂയും കട്ടായി പോവും, ഗിബ്സ്റ്റിൻ്റെ അവസാനമുള്ള എസ് ടിയും കട്ടായി പോവും, വെറും ഗിബ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതേപോലെ ദു കോംസ്റ്റ്, കൊമ്മൻ എന്നാണ് വെർബ്. കൊമ്മൻ എന്ന വെർബ് ദു ആയിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ദു കോംസ്റ്റ് ആവും. അപ്പോൾ ദൂവും വെട്ടിപ്പോവും, എസ് ടിയും വെട്ടിപ്പോയാൽ കോം എന്ന് മാത്രമേ ഉണ്ടാവും. ഇമ്പരാറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ആ കോം എന്ന് പറയുന്ന ഭാഗം മാത്രം ഉപയോഗിച്ചാൽ മതി. അത്തരം സെൻറ്റൻസ് ആണ് ഇമ്പരാറ്റീവ് സെൻറ്റൻസ്. അല്ലെങ്കിൽ ഇമ്പരാറ്റീവ് സെൻറ്റൻസിൽ അത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ദു ലേൺസ്റ്റ് ദു വെട്ടിപ്പോവും, എസ് ടി വെട്ടിപ്പോവും, ലേൺ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ദു ഫാസ്റ്റ് എന്നുള്ളത് ദൂവും എസ് ടിയും വെട്ടിപ്പോവും, ഫാർ എന്നാവും. മറ്റേ ഫാസ്റ്റ് എന്നുള്ളതിന് ഉംലോട്ട് ഉണ്ട്, അത് ഉണ്ടാവില്ല, അതും പോവും, ഫാർ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ദു റേഡസ്റ്റ് ആണെങ്കിലോ നേരത്തെ ഇതേപോലെ തന്നെ ദു വെട്ടിപ്പോവും, എസ് ടി വെട്ടിപ്പോവും, ദു റേഡേ. ദു സെൻഡസ്റ്റ്, ദു വെട്ടിപ്പോ എസ് ടി വെട്ടിപ്പോ സെൻഡേ. ദു ആർബൈറ്റസ്, ദു വെട്ടിപ്പോ എസ് ടി വെട്ടിപ്പോ ആർബൈറ്റേ. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ ട്രെൻബാരെ വെർബൻ ഒന്ന് നോക്കാം. ഔഫ് മാഹൻ അല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ വരിക നോക്കാം. അപ്പോൾ ദു മാസ്റ്റ് ഔഫ് എന്നാണ് നമ്മൾ നോർമലി എഴുതുക. അതായത് പ്രിഫിക്സ് അറ്റത്തേക്ക് പോവും.
നോർമലി. പക്ഷേ ഇതിലെങ്ങനെ സംഭവിക്കും? ഇമ്പറാറ്റീവ് വരുന്ന സമയത്ത് ദൂയും വെട്ടിപ്പോവും, എസ്റ്റിയും വെട്ടിപ്പോവും, ഔഫ് മാത്രമേ ഉണ്ടാവും. മാഹ് അതിൻ്റെ നടുവിലും, മാഹ് ഔഫ്. ഓക്കെ. ദു ഹ്യോർസ്റ്റ് സൂ ആണെങ്കിലോ സെയിം, ദു എസ്റ്റിയും വെട്ടിപ്പോവും, ഹ്യോർ സൂ. ദു ഈസ്റ്റ്, ദു വെട്ടിപ്പോവും, ടി വെട്ടിപ്പോവും, ഈസ്. ദു ലൈസ്റ്റ്, ലൈസ് എന്നാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ വേറൊരാളോട് പറയുമ്പോഴാണല്ലോ ഇമ്പറാറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഇമ്പറാറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ഒരു കമാൻഡ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിക്വസ്റ്റൊക്കെ ആയിട്ട് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇമ്പറാറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഈ ഇമ്പറാറ്റീവ് സെൻറ്റൻസസ് നമുക്ക് ഒരാളോട് പറയാം, ഒരു വ്യക്തിയോട് പറയാം. അതിനാണ് നമ്മൾ ദു ഉപയോഗിച്ച് പറയാം അല്ലേ? നീ എന്നുള്ളത് നമ്മൾ വേർ കോംസ് ടു ദു, നീ എവിടുന്ന് വരുന്നു എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ദു ആണ് നമ്മൾ നീ എന്നുള്ളതിൻ്റെ ഇതായിട്ട് പേഴ്സണൽ പ്രൊണോമിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നീ എന്നുള്ളത് അങ്ങനത്തെ ഒരു സെൻറ്റൻസിലാണ് നമ്മൾ ഇമ്പറാറ്റീവ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വേർ കോംസ് ടു ദു എന്നുള്ളത് അതിനൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കൊമ്മൻ എന്നുള്ള വെർബാണ് ദു ആയിട്ട് കോൺജുഗേറ്റ് ചെയ്ത് വേർ കോംസ് ടു ദു എന്നായത്. ആ വെർബുകൾ ഫോർ എക്സാമ്പിൾ അതിപ്പോൾ ഇമ്പറാറ്റീവ് ആയിരുന്നുവെങ്കിൽ, അത് ഇമ്പറാറ്റീവ് അല്ല, ഇമ്പറാറ്റീവ് സെൻറ്റൻസ് ആയിരുന്നുവെങ്കിൽ ആ കോംസ് ടു ദു വരൂല, ആ ദൂയും എസ്റ്റിയും വെട്ടിപ്പോവും, കൊം എന്ന് മാത്രമേ ആ സെൻറ്റൻസിൽ ഉപയോഗിക്കൂ. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ദു വെച്ചിട്ടുള്ളത്. ഇനി ഇയർ ആണെങ്കിലോ, യു ഓൾ, നിങ്ങളെല്ലാവരും, ഇപ്പോൾ എല്ലാവരോടും കൂടി ആയിട്ട് പറയാമല്ലോ, നിങ്ങളെല്ലാവരും വീട്ടിൽ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഇമ്പറാറ്റീവ് സെൻറ്റൻസ് ആണല്ലോ. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ എങ്ങനെ നമ്മൾ ഇമ്പറാറ്റീവിൽ പറയും അത് നോക്കാം. അപ്പോൾ ഇയർ ഗേപ്റ്റ്, നേരത്തെ വാക്കൊക്കെ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്, ഗേബൻ, കൊമ്മൻ, ലേണനൊക്കെ ആണ്. അപ്പോൾ ഇയർ ഗേപ്റ്റ്, ഇവിടെ എന്താ വെട്ടി, ഇയർ മാത്രം വെട്ടിപ്പോവും, ഗേപ്റ്റ്. ഇയർ കോംപ്റ്റ്, ഇയർ മാത്രം വെട്ടിപ്പോവും, കോംപ്റ്റ്. ഇയർ ലേൺഡ്, ഇയർ വെട്ടിപ്പോവും, ലേൺഡ്. ഇയർ ഫാർട്ട് മാത്രമാവും. ഇനി സി, നമ്മൾ യു ഓൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ പ്ലസ് പ്ലൂരൽ ആയിട്ടുള്ള സി, അതായത് സി എന്നുള്ള ഫോർമലായിട്ടും പ്ലൂരലായിട്ട് സിംഗുലറായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സി. ഇതിലാണെങ്കിലോ ഇത് വളരെ സിമ്പിളാണ് ഓർത്ത് വെക്കാൻ. ഇത് നേരെ ഉൾട്ടാവുന്നേ ഉള്ളൂ. അതായത് സി ഗേബൻ എന്നുള്ളത് ഗേബൻ സി എന്നാവും, സി കൊമ്മൻ എന്നുള്ളത് കൊമ്മൻ സി ആവും, സി ലേണൻ സി ആവും, സി ഫാരൻ സി ആവും. ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക, യൂസേജ് വരിക. ഓക്കെ. ഇനി ഒരു എന്താ പറയുക, സ്പെഷ്യൽ കേസ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അത് ഹാബനും സൈനും ഒക്കെ വരുന്ന സമയത്ത് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദു ഹാസ്റ്റ് എന്നുള്ളത് ഹാബ് ഗഡുൾഡ്, അതൊരു സ്പെഷ്യൽ കേസാണ്. ഇതിലേത് മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ. ഇയർ ഹാബ്റ്റ് ഗഡുൾഡ് ആവും, സി ഹാബൻ സി ഗഡുൾഡ്. ഇത് മൂന്നും അങ്ങനെ തന്നെ നോക്കി വെച്ചാൽ മതി. ഇത് മാത്രം അങ്ങനെ വരും. പിന്നെ വേറൊരു ചെറിയ വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. വെർഡൻ എന്ന വെർബിനും ഇമ്പറാറ്റീവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദു വിർസ്റ്റ് വെർഡേ ഗെസ്സുണ്ട് എന്നാവും, ഇയർ വെർഡറ്റ് ഗെസ്സുണ്ട്, സി വെർഡൻ സി ഗെസ്സുണ്ട്, അങ്ങനെയാവും. ഇത് ലാസ്റ്റ് ഇത് ഒരു എന്താ പറയുക, ബെസോണ്ടർ ഇൻഫർമേഷനാണ്, അതായത് സ്പെഷ്യൽ കേസ്. ദു ബിസ്റ്റ് സൈ ഫ്രോ എന്നാവും, ഇയർ സൈദ് ഫ്രോ എന്നാവും, സി സിൻഡ് സയൻ സി ഫ്രോ എന്നാവും. ഇത് സ്പെഷ്യൽ കേസാണ്. അത് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കേസല്ല. ഞാൻ ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്ന്. അതായത് ഇമ്പറാറ്റീവ് മിറ്റ് ദു ഇയർ സി. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഈ ദു വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഈ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞത് മനസ്സിലാവും. അതായത് ദു നിംസ്റ്റ് ദസ് ഔട്ടോ എന്നുള്ളൊരു വാക്ക് എന്ന സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദു എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഇമ്പറാറ്റീവ് ആണോ? അല്ല. ആണോ? നമ്മൾ ഇമ്പറാറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അങ്ങനെയല്ല ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇമ്പറാറ്റീവ് ആക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് ഇതിലുണ്ടാവുക? അതാണ് പറഞ്ഞത്. ദു വെട്ടിപ്പോവും, എസ്റ്റ് വെട്ടിപ്പോവും, നിം ദസ് ഔട്ടോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെന്തായി? ഒരു കമാൻഡ് പോലെ എടുക്കുക എന്നുള്ള എന്തായാലും ഇമ്പറാറ്റീവ് സെൻറ്റൻസ് ആയി. ഇത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമ്പറാറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഇനിയിപ്പോൾ ഇയർ ആയിരുന്നു ഉള്ളതെങ്കിലോ, ഇയർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇയർ മാത്രമേ വെട്ടിപ്പോവും. നിംറ്റ് എന്നാണ്, ഇയർ വരുമ്പോൾ നിംറ്റാണ് കോൺജുഗേഷൻ ഉണ്ടാവുക, ഇയർ നിംറ്റ് എന്നാണ് ഉണ്ടാവുക. നിംറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ ദു ആയതുകൊണ്ട് ദുയും എസ്റ്റിയും വെട്ടിപ്പോവും, നിം ദസ് ഔട്ടോ എന്നാവും. ക്ലിയർ ആണോ? ഇത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമ്പറാറ്റീവ് സെൻറ്റൻസ് പറയുക. അപ്പോൾ ദുവും ഇയറും സിയും ആണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുക. ദു വരുമ്പോൾ എങ്ങനെയാണ്, ദുയും എസ്റ്റിയും വെട്ടിപ്പോവും. ഇയർ ആകുമ്പോൾ ഇയർ മാത്രം വെട്ടിപ്പോവും. സി ആകുമ്പോൾ സി ഉൾട്ടായിട്ട്, അതായത് തൊട്ടപ്പുറത്തായിട്ട് തിരിഞ്ഞു വരും. അതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ്, അത് ആ വാക്കുകൾക്ക് മാത്രം ഉണ്ടാകുന്ന കുറച്ച് സ്പെഷ്യാലിറ്റീസും. ക്ലിയർ ആണോ?